Hey guys, welcome to my channel. It's me Thrlogs Gaming. ഇന്ന് നമ്മുടെ ഇന്ന് നമ്മൾ എക്സ്പ്ലോർ സീരീസിലാണ്. ഇന്നാണ് നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഡേ ഓഫ് ഡ്രാഗൺ. ഇന്ന് നമ്മൾ ഡ്രാഗനെ തീർക്കാൻ പോകും ഗൈസ്. സോ എനിക്ക് വെൻഡർ ചെസ്റ്റിന് ആവശ്യമുള്ള ഒബ്സിഡിയൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അത് അവിടെ നിന്ന് താഴെ നിന്ന് കുഴിച്ചാണ്. എൻ്റെ പിക്കാക്സിൻ്റെ ഇത് കുറഞ്ഞിരുന്നപ്പോഴേ അറിയാം. അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് ഈ ആരോ മേടിച്ച് വെച്ചു ഗൈസ്. ഈ ആരോ കുറച്ചും കൂടെ മേടിച്ച് കൈവെക്കാം. കാരണം ഈ ആരോ ഗുണമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അത് അത്രയും മതി കേസ്. അതിൻ്റെ എമറാളില്ല. ആരും ഇല്ല. ഇനി അവിടെ പോകണം കേസ്. പിന്നെ 20 എണ്ണം ഉണ്ടാക്കണം. കാരണം നമുക്ക് ഇതും കൂടെ ഉണ്ടാക്കണ്ടേ. സോ കുറച്ച് എംഡ്രപ്പേലും കൂടി ഞാൻ ഇവിടെ നിന്ന് മേടിക്കണം കേസ്. ഇവനെ ഞാൻ മാക്സ് ആക്കി കേസ്. ഇവനെ ഞാൻ മാക്സ് ഒക്കെ ഒന്ന് കാണിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല കേസ്. ഇപ്പോൾ 18 എണ്ണമായി കേസ്. നമുക്ക് ഒരു 2 എണ്ണം കൂടെ വേണം കേസ്. കാരണം വെച്ചാൽ നമുക്ക് ഇവിടെ ഒരെണ്ണം വെക്കണം. മൺഡേ ഒരെണ്ണം വെക്കണം. പിന്നെ അവിടെ നമ്മുടെ ബേസ് പറയാൻ പറ്റില്ല. 21 കേസ്. അത് കുഴപ്പമില്ല. അപ്പോൾ ഇതിനെ മൊത്തമില്ല. ഇതിൻ്റെ ഒരെണ്ണം നമുക്ക് ബാക്കി വരും. ഇനി ഒരെണ്ണം ബാക്കിയുള്ള വരില്ലേ. ഓക്കെ, അപ്പം നമുക്ക് എൻഡർ ചെസ്റ്റ് അങ്ങ് ഉണ്ടാക്കാം കേസ്. എൻഡർ ചെസ്റ്റിന് ക്രാഫ്റ്റിംഗ് ടേബിൾ വേണ്ടേ. ഒരെണ്ണം അവിടെ, ഒരെണ്ണം ബേസിൽ, പിന്നെ ഒരെണ്ണം ഫാമിംഗ് ഏരിയയിൽ. അവിടെ 3 വെക്കുന്നു. പിന്നെ ഒരു മെൻഡിങ്ങും ഒരു എൻബ്രേക്കും 3 ബുക്കും മേടിക്കണം. പിന്നെ കുറച്ച് റോക്കറ്റും ഉണ്ടാക്കണം. 4 3 5 കേസ്. കാരണം 2 നമ്മുടെ കൈ വേണം. ബാക്കി ഇവിടെ ഇരിക്കട്ടെ. അതായത് ഒരെണ്ണം നമ്മുടെ ബേസിൽ ഇവിടെ, നമ്മുടെ ട്രെയിനിങ് ഹാളിൽ. അപ്പോൾ ആ എൻട്രപ്പയിലും കൂടെ നമുക്കൊന്ന് ഇതാക്കാം ഗൈസ്. കാരണം ഇനി അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് അവിടം വരെ എത്തണമെങ്കിൽ കുറേ വേണമല്ലോ. സോ അപ്പോൾ നമുക്കിനി ആവശ്യം വന്നാൽ അതിരിക്കട്ടെ ഗൈസ്. അപ്പോൾ ഒരെണ്ണം അവിടെ വെക്കണം, ഒരെണ്ണം വീട്ടിൻ്റെ അവിടെ വെക്കണം, ഒരെണ്ണം ഫാമിംഗ് ലാൻഡിൻ്റെ അവിടെ വെക്കണം. പിന്നെ 2 എണ്ണത്തിൽ നമുക്ക് റോക്കറ്റ് ഉണ്ടാക്കണം ഗൈസ്. ഇത് ഞാനിപ്പോൾ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ് ആയതുകൊണ്ട് ഞാൻ ഇതൊക്കെ കാണിക്കും. ഫസ്റ്റ് എപ്പിസോഡാണ് നമ്മൾ ഡ്രാഗൺ ഇത് നമ്മുടെ ചാനലിൽ കൊല്ലാൻ പോകുന്നത്. സോ അതുകൊണ്ട് ഞാൻ കാണിക്കുന്നതാണ്. ഇനി നമ്മൾ വേറൊരു സെർവർ തുടങ്ങിയെന്ന് ഓർത്തോ, നമ്മൾ അതിലൊന്നും ഇത്രയൊന്നും കാണിച്ചു തരത്തില്ല. പിന്നെ നമുക്ക് ഗൈസ് അവിടെ ഫാമിലി ലാൻഡിനും കൂടെ വെക്കണം. അതും കൂടെ കാണിച്ചാൽ ഗൈസ്. പിന്നെ അവിടെ നിന്ന് കുറച്ച് ഷുഗർ കെയിൻ, 3 സ്റ്റാക്ക് ഷുഗർ കെയിൻ അവിടെ നിന്ന് എടുത്തിട്ട് ഒരു 3 സ്റ്റാക്ക് 3 സ്റ്റാക്ക് ഇതും കൂടെ വെക്കണം ഗൈസ്. അപ്പോൾ ഞാൻ ഇതൊക്കെ ചെയ്യുന്ന കാണിക്കാൻ, നമുക്കിതെല്ലാം ഞാൻ ചെയ്തിട്ട് കാണിക്കാം ഗൈസ്. ആദ്യം നമുക്കിത് കൊണ്ട് വെക്കുന്നത് കാണിക്കാം. ഒരു അൻബ്രേക്കും വെൻഡിങ്ങും മേടിക്കണം. കാരണം നമുക്ക് എലേറ്റർ കിട്ടുമ്പോൾ നമ്മൾ തീരുമ്പോൾ ഇന്ന് എലേറ്റർ എടുക്കുന്നില്ല ഗൈസ്. എലേറ്റർ 4 എന്തായാലും എടുക്കുകയുള്ളൂ. സോ ഇത് ഇവിടെ ഇരിക്കട്ടെ ഗൈസ്. ഈ തലേനയുടെ ബെഡിൻ്റെ അടുത്തിരിക്കട്ടെ. പിന്നെ ഇവിടെ നിന്ന് ഒരു 3 സ്റ്റാക്ക് എടുത്തിട്ട് അവിടെ നിന്ന് ഞാൻ മറ്റേ സാധനം മറ്റേ ട്രാൻസ്പോർട്ടേഷൻ ഓൺ ആക്കിയിട്ട് പോയെടുത്തിട്ട് വരാം ഗൈസ്. അതായിരിക്കും എളുപ്പമെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ തിരിച്ചു നടക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പം എത്ര നേരം എടുക്കും. സോ ഞാൻ ഇവിടെ നിന്നൊരു 3 സ്റ്റാക്ക് എടുക്കട്ടെ. ഇവിടെ ഭയങ്കര OP ആയതുകൊണ്ട് വന്നുകൊണ്ടിരിക്കും ഗൈസ്. ഇന്ന് നമ്മുടെ സ്കൂളിൽ പോയായിരുന്നു. സോ അതുകൊണ്ടാണ് വീഡിയോ ഇന്ന് തന്നെ വരുമോ എന്നറിയില്ല ഗൈസ്. കുറച്ച് നേരം എടുത്ത് ഞാൻ ഇന്ന് വീഡിയോ താമസിച്ചാണ് വന്നത്. കാരണം ഇപ്പോൾ സമയം 5 മണിയായി. ഞാൻ വീഡിയോ എടുക്കുന്നതിനേക്കാൾ കുറേ താമസിച്ചു. സോ ഇന്ന് വീഡിയോ വരുമോ എന്ന് എനിക്കറിയില്ല. വരുമായിരിക്കും ഗൈസ്. സോ ഞാൻ പോയി അപ്പോൾ ആ ട്രാൻസ്പോർട്ടേഷൻ വഴി ഞാൻ സെറ്റാക്കിയിട്ട് ഞാൻ പോയി ഗൺ പവർ എടുത്തിട്ട് അവിടെ നിന്ന് നിങ്ങളെ ഞാൻ ടെലിപ്പോർട്ടാണെന്ന് കാണിക്കാം ഗൈസ്. അപ്പം ദേ വരുന്നു ഗൈസ്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തിരിച്ച് ബേസിലോട്ട് പോകാം. ഒരു ക്ലിക്ക് അത്രേ ഉള്ളൂ ഗൈസ്. സോ ഇത് കാണിക്കാൻ വേണ്ടി ഞാൻ എടുത്ത് നമ്മളപ്പം ഇത്ര ഇൻട്രപ്പുകളും കൈവെക്കാം. പിന്നെ കുറച്ച് ഇത് മതിയായിക്കോട്ടെ. എന്നാലും നമുക്ക് ബ്ലേസ് റോഡും എൻട്രപ്പുകളും എടുത്ത് നമ്മുടെ എൻഡർ ചെസ്റ്റ് വെക്കാം ഗൈസ്. പിന്നെ അൺബ്രേക്കും എൻഡിങ്ങും ഇവിടെ നിന്ന് എത്ര ഇത് കിട്ടുമെന്ന് നോക്കട്ടെ. ഒരു 2 സ്റ്റാക്ക് റോക്കറ്റ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ എത്ര കിട്ടുമെന്ന് നോക്കട്ടെ. ബാക്കി ഇവിടെ വെച്ചേക്കാം.
കുറേ ഉണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തേക്ക് 2 സ്റ്റാക്ക് മതി. അപ്പോൾ ബാക്കി 2 ഞാൻ ചെസ്റ്റ് വെക്കുകയുള്ളൂ. അപ്പം എൻ്റെ ചെസ്റ്റിൽ ഞാൻ എൻ്റെ ചെസ്റ്റ് വളയിച്ചോ. എൻ്റെ ചെസ്റ്റ് ഞാനൊന്ന് എടുത്തു ഗൈസ്. പിന്നെ കുറച്ച് ബ്ലോക്ക് വേണം ഗൈസ് നമുക്ക് അവിടെ ചെന്ന് ഫൈറ്റ് ചെയ്യാൻ. അപ്പോൾ ഇത്രയും ഞാനിവിടെ എടുത്ത് വെച്ചിട്ട് ഇത് സിൽട്ട ചിലർ. അപ്പോൾ ഞാൻ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവിടെ നിന്ന് കുറച്ച് ബ്ലേസ് റോഡും കൂടെ എടുത്ത് വെക്കട്ടെ. ഇതെന്ത് ഇങ്ങനെ കാണിക്കുമോ? അത് മറ്റേ സാധനമാണ് ഗൈസ്. അത് ഇങ്ങനെ കാണിക്കുന്നതിന് വേറൊരു മോഡ് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഷിഫ്റ്റ് ഞെക്കിക്കൊണ്ട് ഷിഫ്റ്റ് ഞെക്കിക്കൊണ്ട് ഇങ്ങനെ ഇരുന്നാൽ നമുക്ക് ഇതിനകത്തുള്ള എല്ലാം കാണാം. സോ അതാണ്. അപ്പം നമുക്ക് അവിടെ ബ്ലേസ് റോഡും കൂടെ ഈ ഇലക്ട്രിസിറ്റി എടുത്ത് വെച്ചിട്ട് ഒരു മെൻഡിങ്ങും അൺബ്രേക്കിങ് ഞാനൊന്ന് നോക്കട്ടെ ഗൈസ്. അൺബ്രേക്കിങ് ജസ്റ്റ് കാണും, മെൻഡിങ് എൻ്റെ കാണാൻ സാധ്യതയില്ല. അൺബ്രേക്കിങ് കാണും നോക്കട്ടെ. അൺബ്രേക്കിങ് കാണാൻ സാധ്യത 50-50 ആണ്. നോക്കട്ടെ. അൺബ്രേക്കിങ് ആണ് ഗൈസ്. മെൻഡിങ് ഉണ്ടോന്നാ പിന്നെ ഇല്ലെന്നാണ് എൻ്റെ ബുദ്ധിയിൽ ഉള്ളത്. യെസ് മെൻഡിങ് ഇല്ല. എനിക്ക് ഉറപ്പായിരുന്നു മെൻഡിങ് ഇല്ലെന്ന്. കാരണം മെൻഡിങ് ഞാൻ മേടിച്ചത്. അപ്പോൾ ഞാൻ മെൻഡിങ് മേടിക്കുന്നതും കൂടെ കാണിക്കാം ഗൈസ്. അതും കൂടെ കാണിച്ചാൽ പിന്നെ വീഡിയോ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഒരെണ്ണം മെൻഡിങ് ആണ്. മെൻഡിങ് 10 എമറാൾഡ്, അതിനാണ് നമ്മുടെ മെയിൻ സാധനം. അപ്പം 10 എമറാൾഡുള്ള മെൻഡിങ് ഇവിടെ ഒന്നും ഇല്ലേ? മെൻഡിങ് പോയോ? നോ അതെ ഇരിക്കുന്നു മെൻഡിങ്. ഇവന്മാരെ നിന്നൊക്കെ മേടിച്ചിട്ട് കുറേ നാളായി ഗൈസ്. 9 എമറാൾഡ് കൊള്ളാം. അവൻ വില കുറച്ച് തരുന്നുണ്ട്. നല്ല കുറച്ചാണ് തരുന്നത് ശരിക്കും. ഇത്രയും വില കുറച്ച് എനിക്ക് കിട്ടിയിട്ടില്ല ആദ്യമായിട്ട് എനിക്ക്. പിന്നെ അതോടെ പിന്നെ എനിക്ക് എടുത്ത് വെക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു ആൻവില്. ഇതിപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ചവർ മാത്രമേ എൻ്റെ ഇതിനകത്തുള്ളൂ. നമ്മൾ ഈ സോർട്ട് ചെയ്യും ഗൈസ്. അതിന് നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ അറിയാമല്ലോ. നമുക്ക് വേണ്ടത് ഡാമേജഡ് ആൻവിലാണോ? ഡാമേജഡ് വേണ്ട. ഇത് ഡാമേജ് അല്ലല്ലോ. ഈ ചിപ്പിട് അതായത് ചിപ്പിട് മതിയായിരിക്കും. അപ്പം ഇതും കൂടെ പൊട്ടിച്ചിട്ട് ഞാൻ പോയി കുറച്ച് ഒരു 3 സ്റ്റാക്ക് 4 സ്റ്റാക്ക് സ്റ്റോൺ സെറ്റാക്കട്ടെ. പിന്നെ ഞാൻ അതെല്ലാം ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. അവിടെ നിന്ന് വളരട്ടെ. സോ നമുക്ക് ഒരു ഹോയും കൂടെ ഉണ്ടാക്കണം ഗൈസ്. അതാണ് ഞാൻ ഓർത്തത്. നമുക്ക് ഇന്നലെ കുറേ ഡയമണ്ട് കിട്ടിയില്ല ഗൈസ്. അപ്പോൾ നമുക്ക് അതൊക്കെ വെച്ച് കുറച്ച് കുറച്ച് ഹോ അല്ല, ഒരു ഹോ ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ താഴെ പോയി ഒരു 4 സ്റ്റാക്ക് സ്റ്റോൺ സെറ്റാക്കിയിട്ട് ഇപ്പോൾ വരാം ഗൈസ്. അപ്പം നമ്മൾ സ്റ്റോൺ മൊത്തം കളക്ട് ആക്കിയിട്ടുണ്ട്. സോ നമുക്കിനി നേരെ പോകാം ഗൈസ്. അപ്പം ഇതെങ്ങോട്ട് ഇറങ്ങിയെന്ന് നോക്കിയിട്ട് ഞാനത് കണ്ടുപിടിച്ചിട്ട് നിങ്ങളെ അറിയിക്കാം ഗൈസ്. കുറേ ദൂരം നടക്കാനുള്ളതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. അതും കൂടെ കാണിക്കാനൊന്നും പറ്റില്ല ഗൈസ്. സോ ഇത് നമുക്ക് ഇറങ്ങിയിട്ട് ഇതെങ്ങോട്ടാണ് പോകാൻ നോക്കാം. ഗൈസ് അപ്പോൾ ഞാൻ ഈ ഡയറക്ഷനിലോട്ട് പോകണം ഗൈസ്. സോ ഞാൻ കണ്ടുപിടിച്ചിട്ട് വരാം. അപ്പോൾ അതുവരെ ഗൈസ്. അപ്പോൾ ഇനിയും ഇതുവരെ വീഡിയോ കണ്ടവർ ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മൾ ഡ്രാഗനെ കൊന്നിരിക്കും ഗൈസ്. ഇന്ന് ഡ്രാഗനെ നമ്മൾ കുത്തി കൊല്ലും. സോ ഇന്ന് ഡ്രാഗനെ കൊന്ന് ഡ്രാഗനൊക്കെ എടുത്ത് നമ്മളിങ്ങോട്ട് തിരിച്ചു വരും. അല്ല നമുക്ക് നമുക്ക് ഒരു എലൈട്രയും കൂടെ എടുക്കാം ഗൈസ്. സോ എലൈട്രയും കൂടെ എടുത്തിട്ട് നമ്മളിങ്ങോട്ട് വരുള്ളൂ ഗൈസ്. നമുക്ക് അതിന് മുമ്പ് ഇവിടെ റീസ്പോൺ പോയിന്റ് സെറ്റാക്കിയിട്ട് പോകാം ഗൈസ്. നമുക്ക് ഉറങ്ങാൻ ഇവിടെ നിന്ന് ഉറങ്ങാം. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എങ്ങോട്ട് ജനിക്കാൻ പോകുന്നതെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ സ്പോൺ ഇവിടെ നിന്ന് അങ്ങ് ദൂരെ എടുത്തത്. സോ ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങി രാവിലെ ആയിട്ട് ഞാൻ രാവിലെ വരാം ഗൈസ്. അവരെ എത്തിയിട്ട് ഞങ്ങളെ കാണിക്കാം ഗൈസ്. പോകുന്ന വഴിക്ക് നമ്മുടെ ഒരു റോയിൻറ്റ് ബോട്ടിലുണ്ട് ഗൈസ്. സോ ഇതിൻ്റെ ചെസ്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കാൻ വേണ്ടി ഞാൻ വീഡിയോ കാണിച്ചു തന്നെ. കുറച്ച് ദൂരമായുള്ളൂ. ഒരു ബെല്ലുണ്ട്, ഇത് വെച്ചേക്കും ഗൈസ്. പക്ഷേ വേണ്ട, ഇത് തിരിച്ചു വരുമ്പോൾ എടുക്കാം. പിന്നെ ഒരു ഗോൾഡ് ബ്ലോക്ക് ഉണ്ട് ഗൈസ്. സോ ഇതൊക്കെ നമുക്ക് തിരിച്ചു വന്നിട്ട് എടുക്കാൻ വേണ്ടിയാണ് പ്ലാൻ. അപ്പോൾ ഞാൻ ബാക്കി ട്രാവൽ ചെയ്യട്ടെ ഗൈസ്. അപ്പോൾ നമ്മൾ ഇവിടെ വന്നപ്പോൾ ഇത് താഴോട്ടാണ് ഗൈസ് പോകുന്നത്. അപ്പോൾ താഴോട്ടാണെന്ന് തോന്നുന്നു ഗൈസ്. അപ്പം നമുക്കൊന്ന് പൊളിച്ചു നോക്കാം. താഴോട്ട് പോകുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ കഴിയും താഴോട്ടായിരിക്കുന്നു. സോ നമ്മുടെ എൻഡർമാൻ്റെ ഫൈറ്റ് മൊത്തമായിട്ട് കാണിക്കുമെന്നില്ല ഗൈസ്. ഞാൻ കൊന്ന് ആദ്യമത്തെ ഒരു അടി കാണിക്കും. അതിന് ശേഷം സാധനം മണ്ടയുള്ള
ക്രിസ്റ്റലൊക്കെ പൊട്ടിക്കുന്നത് കാണും, വേറെ ഒന്നും കാണിക്കത്തില്ല. വേറെ ലാസ്റ്റ് ഡ്രാഗനെ കൊല്ലാൻ നേരം കാണിക്കും ഗൈസ്. ഇത്രയും കാണിക്കുവാണെങ്കിൽ വീഡിയോ ലെങ്ത് കൂടും. സോ നമ്മൾ എത്താറായെന്ന് തോന്നുന്നു. നമ്മൾ ഫ്രീ ക്യാം വെച്ച് നോക്കിയിട്ടില്ല ഗൈസ്. നോക്കിയ അച്ചീവ്മെൻറ്റ് വല്ലതും കിട്ടുമോ എന്ന് എനിക്കറിയില്ല ഗൈസ്. സോ അവനെ നോക്കിയിട്ടില്ല. ചുമ്മാ അങ്ങനെ ആരോട്ട് കുഴിച്ചുകൊണ്ടിരിക്കാം ഗൈസ്. കുറേ ലെവലായത്, കുറേ താഴെയാണെന്ന് തോന്നുന്നത്. ഇതൊരു അച്ചീവ്മെൻ്റ് ഒന്നും കിട്ടിയില്ല. സോ ഇതിപ്പോൾ എത്ര 36 കേസ് 36 ഇതെന്താ കേസ്? ഞാൻ ഫ്രീ ക്യാം വെച്ചൊന്ന് ചുമ്മാ നോക്കിയേക്കാം കേസ്, ഇവിടെ തന്നെയാണോന്ന് അറിയാൻ. ഓ കൃത്യം നമ്മൾ വന്ന വഴി തെറ്റ്. നമുക്കൊരു സ്റ്റെപ്പ് പോലും ഉണ്ടാക്കി ഇങ്ങോട്ട് പോകാം കേസ്. പോർട്ടൽ റൂം കിട്ടുന്നവരെ നമുക്ക് കാണിക്കാം കേസ്. സോ നമ്മൾ ഇത് വെച്ച് പോർട്ടൽ റൂം ഉണ്ടോ എന്ന് പോലും നോക്കിയിട്ടില്ല. ടോർച്ച് പോലും ഇല്ല. ഇത് കേസ് ഡയമണ്ട്. വാവ്, ലക്ക് ലക്ക്. അത് ഞാൻ കണ്ടില്ലായിരുന്നു കേസ്. ഇതേ വീണ്ടും ഡയമണ്ട്. ഇനി ഞാൻ പറയും ഹാക്കറാന്ന്. സോ നമുക്ക് ആ ലെവലൊന്നും നോക്കട്ടെ കേസ്. അയ്യോ ഇവിടെ ഇല്ല. ഇതാണ് കേസ്. സോ ഞാൻ അവിടെ എത്തിയിട്ട് ഇപ്പോൾ കാണിക്കാം. അപ്പോൾ ഞാൻ ഇതിലെ കൂടെ ബ്ലോക്ക് പൊട്ടിച്ച് വന്നപ്പോഴത്തേക്കും അച്ചീവ്മെൻറ്റ് എനിക്ക് കാണിക്കാൻ പറ്റില്ല കേസ്. സോറി കേസ്. അപ്പോൾ നമുക്കിനി റൂം കണ്ടിരിക്കണം കേസ്. റൂം ഇവിടെ എല്ലായിടത്തും ആയിരിക്കും. നമുക്ക് ഇതെന്താ പൊട്ടാതെ? സമയം ഞാനൊന്ന് കണ്ടുപിടിച്ചിട്ട് ഇപ്പോൾ വരാം. ഏകദേശം നമുക്ക് ഇതിലേ പോകാം. പോർട്ടൽ റൂം കാണുന്നില്ല ഗൈസ്. കിട്ടി ഗൈസ്, കിട്ടി. ആദ്യം ഇത് പൊളിച്ചു കളയണം. എൻ്റെ ലക്ക് കണ്ടോ? ആ പണി വാടി തുടങ്ങി. ആദ്യം ഈ വഴിയൊന്ന് മൂടി വെക്കാം ഗൈസ്. ഇവിടെയൊക്കെ ഒരു പോർട്ടൽ പണിയുന്ന ഗൈസ്. സോ അയ്യോ കോർഡിനേറ്റ്സ് എടുക്കാം, സ്ക്രീൻഷോട്ട് എടുക്കാം ഗൈസ്. സോ വേഗം ഇത് വെച്ച് നമുക്ക് കയറാം ഗൈസ്. ഇല്ലെങ്കിൽ ഇപ്പം ബാക്കിൽ നിന്ന് വെടിവെച്ച് കൊണ്ടിരിക്കും. ഒരു ക്രിസ്റ്റൽ പൊട്ടിക്കുന്നതും ഒരടി കൊടുക്കുന്നതും മാത്രമേ നിങ്ങൾ കാണുള്ളൂ ഗൈസ്. ലാസ്റ്റത്തെ ഒരു അടി കൊടുക്കുന്നത് മാത്രമേ നിങ്ങൾ കാണുള്ളൂ. സോ ബൈ ഗൈസ്. നമ്മൾ അവസാനം എന്താ എത്തിക്കഴിഞ്ഞു ഗൈസ്. ഇനി നമുക്ക് ഒരേ ഒരു ലക്ഷ്യം, ഡ്രാഗൻ്റെ ആ അവസാനം. എനിക്ക് ആദ്യമേ പണിയേണ്ട എൻഡർമാൻ ഫാമാണ് ഗൈസ്, 4 XP. അപ്പോൾ ഒരു ക്രിസ്റ്റൽ പൊട്ടിയത് മാത്രം കാണിച്ചിട്ട് ഞാൻ വീഡിയോ നിർത്തുക ഗൈസ്. വീഡിയോ നിർത്തല്ല, നിങ്ങളെ ബാക്കി ഞാൻ ഡ്രാഗനെ കൊല്ലാറാക്കുമ്പോൾ കാണിക്കാം. കാരണം യുവർ വീഡിയോ വിൽ ലെങ്ത് മോർ. പിന്നെ നമുക്ക് ഒബ്സിഡിയൻ്റെ ആവശ്യം ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ വന്ന് പൊളിച്ചാൽ മതി കേസ്. കാരണം നമുക്ക് അങ്ങോട്ടൊരു പോർട്ടൽ പണിയണം കേസ്. താഴെ ഈ ഡ്രാഗണിൻ്റെ സാധനങ്ങൾ കണ്ടോ, അതാണ് ഈ മോഡൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട്. സോ ബാക്കി ഞാൻ മൊത്തം പൊളിച്ചിട്ട് ഇപ്പോൾ വരാം കേസ്. അപ്പം ലാസ്റ്റ് ആയിട്ടുണ്ട്. സോ നമുക്ക് ഡ്രാഗൺ അങ്ങ് തീർത്തേക്കാം കേസ്. അങ്ങനെ നമ്മുടെ ഹാർഡ് കോർ നമ്മുടെ സർവൈവൽ വേൾഡിൽ ലെസ് പ്ലേ വേൾഡിൽ നമ്മൾ ഡ്രാഗനെ കൊണ്ടുവരുന്നത് കേസ്. ഒരു ടോർച്ച് എടുത്തേക്കാം. ആർമറൊന്നും ടൂൾസായി. ഇനി ഇതും കുറച്ച് പറിച്ച് പിടി. എന്നിട്ട് നിൽക്ക്
നിങ്ങൾ ഇവിടെ വെച്ചിട്ട് ഇനി ഇനി ഇന്നാ അപ്പോൾ നമ്മൾ എല്ലാ ടൂൾസും മെയിൻ ആക്കിയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ഈ ആരോ തീ വിട്ട് കഴിഞ്ഞാൽ നമ്മൾ വിട്ട് കഴിഞ്ഞിട്ട് ബാക്കി വരുവാണെങ്കിൽ കുറേ ആരോ ഞാൻ വെറുതെ കളഞ്ഞു ഗൈസ്. സോ ഇനി നമുക്ക് ഈ ഡ്രാഗൻ്റെ അയ്യും കൂടി എടുത്തിട്ട് ഈ എപ്പിസോഡ് നിർത്താം ഗൈസ്. എന്നിട്ട് അടുത്ത എപ്പിസോഡ് നമ്മൾ എലിവേറ്റർ എടുക്കാൻ പോകാം ഗൈസ്. എവിടെ വീണേ താഴെ ഇല്ല. അപ്പോൾ ഗൈസ് നമുക്ക് ഡ്രാഗനൊക്കെ എടുത്താൽ നമ്മുടെ സെർവർ അങ്ങനെ നമ്മുടെ സർവൈവൽ വേൾഡിൽ ഫസ്റ്റ് ടൈം നമ്മളൊരു ഡ്രാഗനൊക്കെ എടുക്കാൻ പോകുന്നു. അങ്ങനെ അതും എടുത്തു ഗൈസ്. അപ്പം ഇതെടുത്ത് എൻ്റെ ജസ്റ്റ് വെക്കാം ഗൈസ്. ഇനി നമുക്ക് എടുത്തിട്ട് ജസ്റ്റ് വെക്കാം. നമുക്ക് കുറേ ഷെല്ല് അവിടെ നിന്ന് സെറ്റ് ആക്കണം ഗൈസ്. സോ നമ്മൾ അടുത്ത എപ്പിസോഡിൽ നമുക്കൊരു പാലം പോലെ ഉണ്ടാക്കാം. അല്ല, അതിന് മുമ്പ് നമുക്ക് ഒരാളെ കൊല്ലണം ഗൈസ്. ഇപ്പോൾ എവിടെ പോയി ചത്തേന്ന് എനിക്കറിയില്ലല്ലോ. പുറത്ത് നമുക്ക് 2 പുറത്തും കൂടി ഉണ്ട്. അതിനും കൂടെ കൊന്നേക്കാം. എത്ര കിട്ടുമെന്ന് അറിയാലോ. പക്ഷെ അതിന് ചത്തു. ഓക്കെ, നമുക്ക് അവിടെ കയറിയിട്ട് വീഡിയോ നിർത്താം ഗൈസ്. സോ നെക്സ്റ്റ് എപ്പിസോഡ് നമുക്കൊരു എലിവേറ്റർ എടുക്കുക എന്നുള്ളതാണ് പണി ഗൈസ്. അവിടെ കാണുന്നുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാം. ഇനി ആർക്കെന്നെ അടിക്കാനുള്ളത്? അത് കയറാം ഗൈസ്. നമുക്കിനൊരു എൻഡർമാൻ ഫാം പണിയുന്ന ഗൈസ് 4 XP. അതിൻ്റെ അത് ഞാൻ പണിയാം ഗൈസ്. അതായത് ഈ വീഡിയോ ഇപ്പോൾ തീർന്നു. സോ നെക്സ്റ്റ് എപ്പിസോഡിൽ നമ്മൾ എലിവേറ്റർ എടുക്കാൻ പോകുന്നു. അതിൻ്റെ ഏതൊരു എപ്പിസോഡ് നമ്മൾ എടുക്കും അധികം താമസിക്കും. കാരണം XP ഫാം ഇല്ലാതെ നമുക്ക് നടക്കില്ല ഗൈസ്. ഇനിയിപ്പോൾ അതിൽ നമുക്കൊരു നെതറൈറ്റ് ആർമറിലേക്ക് സെറ്റ് ആക്കണം. കാരണം നമ്മളിപ്പോൾ പ്രോ പ്ലെയറായി. എന്ത് ഗൈസ്, മോഡ് ഗേറ്റ് വേ എന്നുള്ള ഇത് വന്നു. ഓക്കെ ഗൈസ്, നമ്മൾ സ്പോണായെടുത്ത് വല ഉണ്ടായി നമുക്ക് ഇപ്പം തന്നെ വീഡിയോ തീർക്കായിരുന്നു. പക്ഷെ ഒന്നുമില്ല. പക്ഷെ നമ്മുടെ പോർട്ടൽ ഇതെവിടെയാണ്? ഇപ്പോൾ മണ്ടേ തന്നെയായിരുന്നു. ഞാൻ നമുക്കൊന്ന് ചങ്ക് ഫുൾ ഇട്ട് നോക്കാം. ചങ്ക് ഫുൾ ഇട്ടാൽ ഗെയിം ഇപ്പോൾ ക്രാഷ് ആവുമല്ലോ എന്ന് എനിക്കറിയില്ല. സോ ഈ വീഡിയോ ഇപ്പോഴും കാണുന്നവർ ലൈക്ക് അടിച്ച് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. പണി മാറി. ഇതെന്തുവാ? ഇനി അടുത്തവൻ വരട്ടെ. ഫ്ലാഗൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇത് എൻ്റെ ആയിരിക്കും കേസ്. സോ എൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ കേസ്. കാരണം ഇന്നത്തെ വീഡിയോ കുറച്ച് ഷോർട്ടായി. വലുതുമായിരുന്നു, ഷോർട്ടുമായിരുന്നു കേസ്. മീഡിയം സൈസ് ആയിരുന്നു തോന്നുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോക്കാളും. സോ ഇറ്റ്സ് മീ ത്രെലോസ് ഗെയിമിംഗ് സൈനിങ് ഔട്ട്. ബൈ താങ്ക്സ്. നെക്സ്റ്റ് എപ്പിസോഡിൽ നമുക്ക് എലിവേറ്റർ എടുത്ത് കുറേ ഷൾക്കർ ഷെല്ലും കണ്ടുപിടിച്ചിട്ട് നമുക്ക് തിരിച്ച് ബേസിലോട്ട് പോകാം. ഓക്കെ ഗൈസ്, ബൈ. ലെറ്റ് us see you. Bye.